കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഭാഷ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വീഡിയോ ചെയ്യാനേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ മികച്ചൊരു പ്രതികരണമുള്ളത് കൊണ്ട്, ഇതിന് കൂടുതൽ ആവശ്യക്കാരുള്ളത് കൊണ്ട് നമ്മളിത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓൾറെഡി 4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഭാഷ വിശകലനത്തിൻ്റെ ലാംഗ്വേജ് അനാലിസിസിൻ്റെ 5ാം ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം, എല്ലാ ഭാഷകളിലുമുള്ള കോമൺ ആയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് 2011 കണക്ക് പ്രകാരം ലോകത്താകെ ഏകദേശം 720 കോടിയോളം ജനങ്ങളാണുള്ളത്. ഏകദേശം എന്ന് പറയാൻ കാരണം എല്ലാ രാജ്യങ്ങളും ഒരേ സമയത്തായിരിക്കില്ല ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുകയും അത് പുറത്തുവിടുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇനി എല്ലാ രാജ്യങ്ങളും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഒരേ സമയത്ത് തന്നെ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തി എന്ന് തന്നെ വിചാരിക്കട്ടെ. എന്നാൽ പോലും അത് എടുക്കുന്ന സമയവും അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ കുറേ കുട്ടികൾ ജനിക്കുകയും കുറേ പേര് മരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഏകദേശം കണക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു 720 കോടി ജനങ്ങൾ. ഈ 720 കോടി ജനങ്ങൾക്കെല്ലാം കൂടി ആകെ ലോകത്തിൽ 7000ഓളം ഭാഷകളുണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇതിൽ തന്നെ ഏകദേശം ഒരു 2000ഓളം ഭാഷകൾ നമ്മുടെ ഇന്ത്യയിലാണ്. ആകെ മൊത്തം 7000ഓളം ഭാഷകളുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ തന്നെ ഒരു 90% ഭാഷകൾ സംസാരിക്കുന്നത് 1 ലക്ഷത്തിൽ താഴെ മാത്രം ആളുകളാണ്. പിന്നെ 46 ഭാഷകൾ സംസാരിക്കാൻ ആകെ ഒരാൾ വീതമേ ഉള്ളൂ. ഓക്കെ, ഈ 46 ഭാഷകളും കൂടി ഒരാൾ സംസാരിക്കുന്നല്ല, പക്ഷേ ഈ 46 ഭാഷകൾക്ക് ഓരോ സ്പീക്കർ വീതമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്താണ് ആ ഭാഷ, ഈ ഭാഷയുടെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഭാഷകളെല്ലാം വ്യത്യസ്തങ്ങളാണ്. ഇപ്പം ഈ ഗ്രാമറിന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ പുല്ലിംഗവും സ്ത്രീലിംഗവും മാത്രമുള്ളത്, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകം എന്നിവയുള്ളത്, പിന്നെ അതിൽ കൂടുതൽ ജെൻഡേഴ്സ് ഉള്ളത്, ഇനി ഈ ജെൻഡേഴ്സ് ഒന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ലാത്തത്, അങ്ങനെ ഭാഷകളുടെ ഗ്രാമാറ്റിക്കൽ പാറ്റേൺ വേറെയാണ്. ഒന്നും രണ്ടും അല്ല, കുറെ ഉണ്ട്, പല സൈസിൽ പല രീതിയിൽ പെടക്കുന്നത് എന്റെ കയ്യിൽ. അങ്ങനെ ഭാഷകൾ തമ്മിലുള്ള, ഇന്ത്യൻ ഭാഷകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെങ്കിൽ, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഭാഷകൾ തമ്മിലുള്ള സാമ്യമാണ്, സിമിലാരിറ്റീസ് ആണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭാഷകൾ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ഭാഷകളും, സംസാരത്തിലുള്ളതും സംസാരത്തിലില്ലാത്തതും, എഴുത്തുഭാഷയുള്ളതും എഴുത്തുഭാഷയില്ലാത്തതും, ഒരു നിഘണ്ടുവുള്ളതും നിഘണ്ടുവില്ലാത്തതും, ആംഗ്യ ഭാഷയാണെങ്കിലും സംസാര ഭാഷയാണെങ്കിലും എഴുത്തുഭാഷയാണെങ്കിലും, ഇപ്പോൾ നിലവിലുള്ള ഭാഷയാണെങ്കിലും അല്ലെങ്കിൽ മൃതഭാഷയായ സംസ്കൃതം, ലാറ്റിൻ അങ്ങനെയുള്ള ഭാഷകളാണെങ്കിൽ പോലും, ഈ എല്ലാ ഭാഷകളും തമ്മിൽ there is something in common for all of them. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 10 things all languages have in common. എല്ലാ ഭാഷകൾക്കും കോമൺ ആയിട്ടുള്ള 10 കാര്യങ്ങൾ. നമ്പർ 1, all languages have dialects and accents. എല്ലാ ഭാഷയിലും നമുക്ക് വ്യത്യസ്തങ്ങളായ ആക്സെന്റ് കാണാൻ പറ്റും. ഇപ്പോൾ മലയാളത്തിൻ്റെ കാര്യം നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു ആക്സെന്റ് ആണ്, തൃശ്ശൂർ ഒരു ആക്സെന്റ് ആണ്, കോഴിക്കോട് ഒരു ആക്സെന്റ് ആണ്, കോട്ടയം ഒരു ആക്സെന്റ് ആണ്, കാസർഗോഡ് വേറൊരു ആക്സെന്റ് ആണ്. പക്ഷേ ലോകത്തുള്ള എല്ലാ ഭാഷകൾക്കും അത് സംസാരിക്കുന്ന ആളുകൾക്കിടയിൽ തന്നെ വ്യത്യസ്തങ്ങളായ ആക്സെന്റുകളും ഡയലക്റ്റുകളും ഉണ്ടാവും. ആ വേരിയേഷനുകൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കാം. ഇപ്പം ഏജ് ആവാം. ഇപ്പം ഒരു ഭാഷ സംസാരിക്കുന്ന 5 വയസ്സുള്ള, 10 വയസ്സുള്ള, 25 വയസ്സുള്ള, 50 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 80 വയസ്സുള്ള ആളുകൾ തമ്മിലുള്ള ഭാഷകൾ സംസാരിക്കുന്ന ഒരു ആക്സെന്റിൽ നല്ല വ്യത്യാസം ഉണ്ടാകാം. ജെൻഡർ ആകാം, പുരുഷന്മാർ സംസാരിക്കുന്ന രീതി വേറെയാകാം, സ്ത്രീകൾ സംസാരിക്കുന്ന രീതി വേറെയാകാം, അല്ലെങ്കിൽ തേർഡ് ജെൻഡർ സംസാരിക്കുന്ന രീതി വേറെയാകാം. ഇനി റിലീജിയൻ ആകാം. ഓക്കെ, ഇപ്പം നമുക്കറിയാം, ഇപ്പം മലയാളത്തിൽ തന്നെ ക്രിസ്ത്യൻ സംസാരിക്കുന്ന ഒരു രീതിയുണ്ട്, ബ്രാഹ്മണന്മാർ സംസാരിക്കുന്ന രീതിയുണ്ട്, മറ്റുള്ള ഇതര ഹിന്ദുക്കൾ സംസാരിക്കുന്ന രീതിയുണ്ട്, മുസ്ലിം സംസാരിക്കുന്ന വേറൊരു ആക്സെന്റ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് എല്ലാ ഭാഷയിലും കാണാൻ പറ്റും. എല്ലാ ഭാഷയിലും വെവ്വേറെ മതങ്ങളിൽപ്പെട്ടവർ വേറെ വേറെ ആക്സെന്റിൽ സംസാരിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ വേരിയേഷൻ വരാൻ, ആക്സെന്റിൽ വ്യത്യാസം വരാൻ റിലീജിയനും ഒരു ഫാക്ടർ ആകാം. ഈ ഭാഷകളിലെ വ്യതിയാനത്തിന് വേറൊരു കാരണം ബൈലിംഗ്വലിസം ആകാം. ഒരു ഉദാഹരണത്തിന്, ഇപ്പം കർണാടകയിൽ വന്ന് കന്നഡ സംസാരിക്കുന്ന, കന്നഡക്കാരല്ലാത്തവർ സംസാരിക്കുന്ന ഒരു ആക്സെന്റും, എന്നാൽ ഇവിടെ ജനിച്ചു വളർന്ന കന്നഡക്കാർ സംസാരിക്കുന്ന ഒരു ആക്സെന്റും വേറെയാണ്. 2, all languages change over time. സമയത്തിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ഭാഷയിലും വ്യത്യാസം വരും. നമുക്കറിയാം, നമ്മുടെ മലയാളം തന്നെ 1500കളിലും 1600കളിലും സംസാരിക്കപ്പെട്ടിരുന്ന, എഴുതപ്പെട്ടിരുന്ന ഭാഷയല്ല നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും എഴുതുന്നതും. അതേപോലെ തന്നെ ഇന്ന് സംസാരിക്കുന്നതും എഴുതുന്നതുമായ ഭാഷയായിരിക്കില്ല ഒരു 200, 300
അല്ലെങ്കിൽ ഒരു 500 വർഷം ശേഷം നിലവിലുണ്ടാകാൻ പോകുന്നൊരു ഭാഷ. കാരണം മനുഷ്യർ മാറുന്നു, സംസ്കാരം മാറുന്നു, ആശയവിനിമയത്തിനുള്ള ആവശ്യങ്ങൾ മാറുന്നു. പീപ്പിൾ ചേഞ്ച്, കൾച്ചർ ചേഞ്ചസ്, കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ആർ ഓൾസോ ഇവോൾവിംഗ്. 3. ഓൾ ലാംഗ്വേജസ് ഹാവ് ഗ്രാമർ. എല്ലാ ഭാഷകൾക്കും ഒരു വ്യാകരണമുണ്ട്. അത് എഴുത്തു ഭാഷയാണെങ്കിലും സംസാര ഭാഷയാണെങ്കിലും ഇനി സൈൻ ലാംഗ്വേജ് ആണെങ്കിലും ആംഗ്യ ഭാഷയാണെങ്കിലും എങ്ങനെയാണ് ആ ഭാഷയിലെ വാക്കുകൾ ഒരുമിച്ച് ചേർക്കേണ്ടത്, ഒരുമിച്ച് വെക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിനെല്ലാം വ്യക്തമായ നിയമങ്ങളുണ്ട്. ഇപ്പം ചില ഭാഷകളിലെ നിയമങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കാം. ഈ ഭാഷയിൽ ഈ വാക്കുകൾ ഇങ്ങനെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് ഉറാവ് എന്ന് പറഞ്ഞ ഭാഷയെ പറ്റി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഈ ഉറാവ് അല്ലെങ്കിൽ കുടുക്ക് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഷയിൽ ഹിന്ദി വാക്കുകൾ മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കൽ തന്നെ തെറ്റാണ്, ആളുകൾ ചിരിക്കും. പക്ഷേ സദ്രി എന്ന് പറഞ്ഞ ഭാഷയിൽ ഹിന്ദി വാക്കുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വാക്ക് കിട്ടുന്നില്ലെങ്കിൽ ഹിന്ദി വാക്കുകളെടുത്ത് സദ്രി ഭാഷയിൽ ഉപയോഗിക്കാം. പക്ഷേ ഈ സദ്രി, ഉറാവ്, കുടുക്ക്, ഹിന്ദി ഇതെല്ലാം സംസാരിക്കുന്ന കോമണായ ആളുകളിൽ തന്നെ ഇങ്ങനൊരു നിയമവ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഭാഗത്തുള്ള ആദിവാസി ഗ്രൂപ്പുകളാണ് ഈ സദ്രി, ഉറാവ്, കുടുക്ക് ഈ ഭാഷകൾ സംസാരിക്കുന്നത്. അവർക്ക് കോമൺ ആയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഹിന്ദിയും ഉണ്ട്. അപ്പം അവർ ഹിന്ദി സംസാരിക്കുന്ന നേരത്ത് അവർ ചിലപ്പം ഇംഗ്ലീഷ് മിക്സ് ചെയ്യും. സദ്രി സംസാരിക്കുന്ന നേരത്ത് അതിനകത്ത് ഹിന്ദി വകകൾ സംസാരിക്കും. പക്ഷേ ഉറാവ് അല്ലെങ്കിൽ കുടുക്ക് സംസാരിക്കുന്ന നേരത്ത് വേറെ ഒരു ഭാഷയിലെയും ഒരു വാക്കുകളും മിക്സ് ചെയ്യാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് ആയ ഒരു നിയമമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തക്ഷരങ്ങൾ ഉള്ളതോ ഇല്ലാത്തതായ ഭാഷ ആയിക്കൊള്ളട്ടെ, ഒരു നിഘണ്ടു ഉള്ളതോ ഇല്ലാത്തതായ ഭാഷ ആയിക്കൊള്ളട്ടെ, ഈ ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഒരു ഓർഗനൈസേഷൻ ഉള്ളതോ ഇല്ലാത്തതായ ഭാഷ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെങ്കിലും അവിടെ ഗ്രാമർ ഉണ്ട്. യു കനോട്ട് എസ്കേപ്പ് ഗ്രാമർ. 4. All languages are learned by babies at roughly the same rate. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരു ഭാഷ പഠിച്ചെടുക്കുന്നത് ഏകദേശം ഒരേ സ്പീഡിലായിരിക്കും. അത് ഏത് ഭാഷയിൽപ്പെട്ട, ഏത് സംസ്കാരത്തിൽപ്പെട്ട, ഏത് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളാണെങ്കിലും. ഇപ്പം നമ്മൾ വിചാരിക്കും ഈ ഇംഗ്ലീഷുകാരുടെ കുട്ടികളൊക്കെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കും, അവർ കുറേയൊക്കെ ഇംഗ്ലീഷ് അറിയാമെന്നൊക്കെയാണ്. ഞാൻ ഇംഗ്ലീഷുകാർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ, അമേരിക്കൻ, കനേഡിയൻ, ന്യൂസിലൻഡ് അങ്ങനെ രാജ്യങ്ങളിലെ കുട്ടികളെ പറ്റിയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 വയസ്സുള്ള ഒരു ഇംഗ്ലീഷുകാരുടെ കുട്ടിക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് ഒരു ആവറേജ് ഇന്ത്യൻ സിറ്റിസന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അതായത് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും വേറെ വേറെ ഉള്ള ഒരു ആവറേജ് ഇന്ത്യൻ പൗരന് ആ കുട്ടിയെക്കാളും ഇംഗ്ലീഷ് അറിയാമെന്നാണ് ഒരു വാസ്തവം. ശരിയാണ്, കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുറേ വാക്കുകളൊക്കെ സംസാരിച്ചു തുടങ്ങും, കുറേയൊക്കെ അക്ഷരങ്ങളും ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു ഭാഷ പഠിച്ചെടുക്കാൻ അതിൻ്റെതായ സമയം വേണം. ഒരു ഭാഷയിലെ ഗ്രാമർ, അതിൻ്റെ നിയമങ്ങൾ ഇതെല്ലാം പഠിച്ചെടുക്കാൻ കുറേ സമയമെടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഷയിലെയും, അത് ഡയലക്റ്റ് ആണെങ്കിലും സൈൻ ലാംഗ്വേജ് ആണെങ്കിലും റിട്ടൺ സ്പോക്കൺ ലാംഗ്വേജ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഭാഷ പഠിച്ചെടുക്കാൻ അതിൻ്റെതായ സമയം വേണം. 5. All languages are equally complex. എല്ലാ ഭാഷകളും ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂർ മലയാളി ഗൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങളെ ഭാഷകൾ പഠിപ്പിച്ചു തരുന്ന, ഈ ചാനലിൻ്റെ ഒപ്പം തന്നെ വേറെ 3 ചാനലിൽ കൂടെ 4 ഭാഷകൾ വേറെയും പഠിപ്പിച്ചു തരുന്ന ഞാൻ ഇത് പറയാൻ പാടില്ല. പക്ഷെ ഇതാണ് വാസ്തവം. സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഇല്ല. ഈസിയായി പുഷ്പം പോലെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഷ എന്ന് പറഞ്ഞൊരു ഭാഷയില്ല. കമ്പാരിറ്റീവ്ലി ചില ഭാഷകൾ എളുപ്പമാണ്, ചില ഭാഷകൾ കുറച്ചും കൂടി ടഫാണ്. പക്ഷെ ആ എളുപ്പം എന്ന് പറഞ്ഞ ഭാഷയിൽ പോലും അതിൻ്റെതായ വ്യാകരണങ്ങളും നിയമങ്ങളും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം ചൈനീസ്. ഈ റിട്ടൺ മാൻഡറിൻ ചൈനീസ് ഭാഷയിൽ ഒരുപാട് വരകൾ, അതിനെ സ്ട്രോക്ക് എന്നാണ് പറയുന്നത്, ഒരുപാട് വരകൾ, ഒരുപാട് സ്ട്രോക്സ് ഉപയോഗിക്കേണ്ടതായുണ്ട്. പക്ഷേ അതിൻ്റെ കോൺജുഗേഷൻ, വെർബ് എൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയ അവസാനിക്കുന്ന രീതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തെലുങ്ക് എടുക്കാം. തെലുങ്കിൽ നേനു വസ്തുണ്ണാനു, ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നുവു വസ്തുണ്ണാവു, വൂലാണ് അവസാനിക്കുന്നത്. മേമു വസ്തുണ്ണാമു, മൂലാണ് അവസാനിക്കുന്നത്. മീരു വസ്തുണ്ണാരു, രൂയിലാണ് അവസാനിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വെർബ് എൻഡിങ് ഉണ്ടല്ലോ, കോൺജുഗേഷൻ ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അത് പ്രാക്ടിക്കലി സെയിം ആണ് ചൈനീസ് ഭാഷയിൽ, മലയാളത്തിലെ പോലെ തന്നെ. ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, നീ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സബ്ജക്റ്റിനനുസരിച്ച് ക്രിയ മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ചൈനീസ് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ഒരു ടോൺ കാരണം കൊണ്ട്, അതിൻ്റെ ഒരു സംസാരത്തിൻ്റെ ശൈലി കൊണ്ട്
അതിൻ്റെ ഒരു സ്പീഡ് കൊണ്ട് പഠിക്കാൻ വളരെ ടഫാണെന്ന് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഒരു ചിന്ത ഉണ്ടാകാം. ഓക്കെ, അപ്പം ഒന്ന് ശ്രമിച്ചു നോക്കൂ. ചൈനീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ചൈനീസിനെ പറ്റി പറയാൻ കാരണം എല്ലാ ഭാഷയിലും അതിൻ്റെതായ കോംപ്ലക്സിറ്റി ഉണ്ട്. ചില കാര്യങ്ങൾ എളുപ്പമാകാം, പക്ഷെ ചില കാര്യങ്ങൾ ടഫാകാം. ഒരു തന്നെ സ്പാനിഷ്. ഈ സ്പാനിഷ് ഭാഷയിൽ ഈ ഞാൻ പറഞ്ഞ കോൺജുഗേഷൻ അല്ലെങ്കിൽ വെർബ് എൻഡിങ് ഒത്തിരി ഉണ്ട്. ഇത് സംസാരിക്കുന്ന ഈ 33 രാജ്യങ്ങളിലും ഓരോ രാജ്യത്തും വേറെ വേറെ ഗ്രാമാറ്റിക്കൽ പാറ്റേൺ വരെയുണ്ട്. പക്ഷേ വായിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. എന്തിനേറെ പറയുന്നു നമ്മുടെ മലയാളം. ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഗ്രാമാറ്റിക്കൽ പാറ്റേൺ വെച്ച് നോക്കുവാണെങ്കിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പം മലയാളമാണ്. കാരണം സബ്ജക്റ്റിനനുസരിച്ച് വെർബിലൊരു മാറ്റം വരുന്നില്ല. പക്ഷേ മലയാളം എത്ര നോൺ മലയാളീസ് പഠിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്താണ്? ഉച്ചാരണം. അപ്പം എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ എളുപ്പമുള്ള കാര്യങ്ങളുണ്ടാവും, പക്ഷേ ഒപ്പം തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ടാവും. 6. All languages have ways of talking about the past, the present and the future. എല്ലാ ഭാഷയിലും ഭൂതകാലത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റി പറയാനും വർത്തമാനകാലത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനും ഇനി ഭാവി കാലത്തിൽ എന്തൊക്കെ നടക്കും എന്ന് പറയാനുള്ള വ്യത്യസ്തങ്ങളായ പാറ്റേണുകളുണ്ട്. ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ഭാഷ പഠിക്കണമെന്നാണെങ്കിൽ ആ ഭാഷയിൽ ഭാവി കാലത്തിൽ എങ്ങനെ പറയാം, വർത്തമാനകാലത്തിൽ എങ്ങനെ പറയാം, ഭൂതകാലത്തിൽ എങ്ങനെയൊക്കെ വാക്കുകൾ ഉണ്ടാക്കാം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 50%, 50 to 75% നമ്മൾ ആ ഭാഷ ഓൾറെഡി നമ്മൾ പഠിച്ചെടുക്കുന്ന അർത്ഥം. പിന്നെ ശരിയാണ്, നമുക്ക് വൊക്കാബുലറി വേണം, വേർഡ് സ്ട്രെങ്ത് വേണം, വാക്കുകൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതും കൂടി ആയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 90% ആയി. ബാക്കിയുള്ളതേ റിട്ടൺ ലാംഗ്വേജ് ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഷയിലും ഭാവി, വർത്തമാനം, ഭൂതം ഇത് എല്ലാ ഭാഷയിലും ഉണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റിനോട് സിമിലർ ആണ്. എല്ലാ ഭാഷയിലും ഒരു ഗ്രാമർ ഉണ്ട്. യു കാൺട്ട് എസ്കേപ്പ് ദ ഗ്രാമർ. 7. All languages have ways of being polite and rude. പൊളൈറ്റ് ആയിട്ട് സംസാരിക്കാനും റൂഡായിട്ട് സംസാരിക്കാനുള്ള വാക്കുകൾ എല്ലാ ഭാഷയിലും ഉണ്ട്. ഞാൻ ഈ കന്നഡയിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലായ്പ്പോഴും മാഡു, ഹേളു, കേളു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുമാനം വേണ്ടാതെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. ഇനി ബഹുമാനത്തോടെ സംസാരിക്കാൻ ആ ഭാഷയിൽ തന്നെ വാക്കുകളുണ്ട്. ഉദാഹരണത്തിന് മാടി, ഹേളി, കേളി എന്നൊക്കെ ബഹുമാനത്തോടെ സംസാരിക്കുന്നതാണ്. ഇനി ഇതൊന്നുമല്ലാതെ ഇപ്പം ഞാൻ ഹേളു എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പം ഈ ഹേളു എന്ന് പറയുന്നത് ഈ ബഹുമാനമില്ലാതെ റൂഡായിട്ട് സംസാരിക്കുന്ന വാക്കല്ല. അത് ചെറിയ കുട്ടികളോടോ അല്ലെങ്കിൽ സമപ്രായക്കാരോടോ ഫ്രണ്ട്സിനോടോ ഫാമിലി മെമ്പേഴ്സിനോടോ അങ്ങനെ നമുക്ക് ഭയങ്കര ഇൻഫോർമലായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഹേളു. ഇനി ഇതിൻ്റെ ബഹുമാനത്തോടെ പറയുന്ന വാക്ക് ഹേളി എന്നാണ്. പക്ഷെ ഇത് കൂടാതെ ഈ ഭാഷയിൽ തന്നെ ഇവർ ഹേളോ എന്ന് പറയും. ഈ ബ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വായു എന്നാണല്ലോ. ഇനി ബഹുമാനത്തോടെ പറയാനായിട്ട് ബന്നി എന്നാണ്. ഇനി വാട എന്ന് റൂഡായിട്ട് സംസാരിക്കുന്ന വാക്കാണ് ബാറോ. ഓക്കെ, അപ്പം ഈ കന്നഡയിൽ, തെലുങ്കിൽ, തമിഴിൽ, ഹിന്ദിയിൽ ഇങ്ങനെ കുറച്ച് ഭാഷകളിൽ ബഹുമാനത്തോടെ സംസാരിക്കുന്നതും ബഹുമാനം ഇല്ലാതെ സംസാരിക്കുന്നതും ബഹുമാനം വേണ്ടാത്തത് സംസാരിക്കുന്നതായ വാക്കുകളുണ്ട്. പക്ഷെ ചില ഭാഷകളിൽ അങ്ങനെ ബഹുമാനത്തോടെ ഉള്ള വാക്കുകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവിടെ പോലും വേറെ അഡീഷണലായ വാക്കുകൾ ഉപയോഗിച്ച്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ കം എന്ന് പറയുന്ന ഒരു വാക്കിന് ബഹുമാനത്തോടെ പറയുന്ന വാക്ക് പ്ലീസ് കം എന്നാണ്. വേറൊരു വാക്കുകൂടി ആഡ് ചെയ്യുകയാണ്. അല്ലാതെ ഈ കന്നഡയിലെ പോലെ ബ, ബന്നി അങ്ങനെ രണ്ട് വേറെ വേറെ വാക്കുകളില്ല. പക്ഷെ എല്ലാ ഭാഷകളിലും എല്ലാ ഡയലക്റ്റുകളിലും ബഹുമാനത്തോടെ സംസാരിക്കാനും പൊളൈറ്റായിട്ട് സംസാരിക്കാനും ബഹുമാനം വേണ്ടാത്തിടത്ത് ബഹുമാനം ഇല്ലാതെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനുള്ള ആ റൂഡായ വാക്കുകളും ഉണ്ട്. 8. All languages can communicate all ideas and feelings. എല്ലാ ഭാഷയിലും എല്ലാ വാക്കുകളും എല്ലാ ആശയങ്ങളും എല്ലാ ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാനുള്ള ആവശ്യത്തിലധികം വാക്കുകൾ എല്ലാ ഭാഷയിലുമുണ്ട്. ചില ഭാഷയിലെ ചില വാക്കുകൾ നമ്മൾ പറയാറില്ലേ, അൺട്രാൻസ്ലേറ്റബിൾ ആണ്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഞങ്ങളുടെ ഭാഷയിൽ മാത്രമുള്ളതാണ്. ശരിയായിരിക്കാം, ചിലപ്പം ആ ഒരു ഒറ്റ വാക്ക് വേറൊരു ഭാഷയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ അതെന്താണെന്ന് ഒരു ഒന്നോ ഒന്നിലധികമോ വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് വേറൊരു ഭാഷയിൽ നമുക്ക് തർജ്ജമ ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഒറ്റ വാക്കാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യാൻ, അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ 6 വാക്കുകളാണെങ്കിൽ പോലും എല്ലാ ആശയങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ജർമ്മൻ ഭാഷയിലെ ഒരു വാക്കാണ് ഷാഡൻ ഫ്രോയിഡ്. ഈ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വരുന്ന കഷ്ടത്തിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം. ഇങ്ങനൊരു ഒറ്റ വാക്ക് ചിലപ്പോൾ മലയാളത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത് ഞാൻ ജർമ്മനിൽ നിന്ന് നേരെ മലയാളത്തിലോട് തർജ്ജമ ചെയ്തില്ലേ.
നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ ഭാഷകളിലും ഈ ലോകത്തുള്ള എല്ലാ ആശയങ്ങളും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. 9. ഓൾ ലാംഗ്വേജസ് ഹാവ് സ്ലാങ്. എല്ലാ ഭാഷയിലും സ്ലാങ് അല്ലെങ്കിൽ ഇൻഫോർമൽ വേർഡ്സ് ഉണ്ട്, കൊളോക്കിയൽ വേർഡ്സ് ഉണ്ട്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ എല്ലാ ഭാഷയിലും തെറികളുമുണ്ട്, ദ്വയാർത്ഥ പദങ്ങളുമുണ്ട്. ഇതേ ഭാഷ സംസാരിക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലാകാത്ത എന്നാൽ നമുക്ക് മാത്രം മനസ്സിലാകുന്ന ഈ വാക്കുകൾക്ക് വേറെ അർത്ഥങ്ങൾ നമ്മൾ കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. 10. ഓൾ ലാംഗ്വേജസ് ഹാവ് വാല്യൂ. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. ലാംഗ്വേജ് ഈസ് പാർട്ട് ഓഫ് എ കൾച്ചർ, ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കൂടി ഭാഗമാണ് ഒരു ഭാഷ. എന്ന് വെച്ചാൽ തന്നെ ഓരോ ഭാഷ പഠിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ടാവാം. റിസർച്ചിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്, ഭാഷാ പ്രേമം കൊണ്ട് പഠിക്കുന്നവരുണ്ട്, യാത്രയ്ക്ക് ഉപകരിക്കാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട്, ചുമ്മാ ടൈം പാസിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഭാഷകൾ പഠിക്കാൻ കാരണങ്ങൾ പലതാവാം. പക്ഷേ എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ മൂല്യമുണ്ട്. അത് ചിലപ്പോൾ സാമ്പത്തിക ലാഭമാകാം, ഇക്കണോമിക് ഗെയിൻസ്, ചിലപ്പോൾ അക്കാഡമിക് ആകാം, ചിലപ്പോൾ സൈക്കോളജിക്കലും ആകാം. ഇവിടെ ബാംഗ്ലൂർ മലയാളികൾ എന്ന ഈ ചാനലിലും, ലേലു അല്ലു തെലുഗു എന്ന് പറഞ്ഞ നമ്മുടെ തെലുഗു പഠിപ്പിക്കുന്ന ചാനലിലും, ബംഗാളി ഫ്രം മലയാളി എന്ന് പറഞ്ഞ ബംഗാളി പഠിപ്പിക്കുന്ന നമ്മുടെ ബംഗാളി ചാനലിലും, ABC to XYZ എന്ന ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കുന്ന നമ്മുടെ ആ ചാനലിലും, ഇവിടെയെല്ലാം വീഡിയോകൾ കാണാൻ വരുന്ന നിങ്ങളെല്ലാവരും ഭാഷാ പ്രേമികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ ലേണിംഗ് എ ലാംഗ്വേജ് യു ആർ ഏർണിംഗ് എ പീപ്പിൾ, യു ആർ ഏർണിംഗ് എ കൾച്ചർ, യു ആർ ഏർണിംഗ് ഹിസ്റ്ററി. ഒരു ഭാഷ പഠിക്കുന്നതിലൂടെ ആ ഒരു ഭാഷ മാത്രമല്ല, ഒരു സംസ്കാരവും ഒരു ട്രഡീഷനും കൂടിയാണ് നമ്മളൊപ്പം സ്വായത്തമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഭാഷകൾ പഠിച്ചുകൊണ്ടേയിരിക്കാം. ലെറ്റ്സ് കീപ് ലേണിംഗ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഇൻ യുവർ എൻഡവേഴ്സ്. ഭാഷാ വിശകലനത്തിൻ്റെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.